സംസ്ഥാനത്ത് ഓൺലൈനായി മദ്യവിൽപ്പനയ്ക്ക് ഒരുങ്ങുകയാണ് ബെവ്കോ. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് സജ്ജമെന്ന് ബെവ്കോ MD സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നു. ഓൺലൈൻ ബുക്കിംഗിനായി മൊബൈൽ ആപ്പും തയ്യാറാക്കിയിട്ടുണ്ട്. ഡെലിവറി സമയത്ത് 23 വയസ്സ് പൂർത്തിയായെന്ന് തെളിയിക്കുന്ന രേഖ കാണിച്ചാൽ മാത്രമേ മദ്യം നൽകുകയുള്ളൂ എന്നൊക്കെയുള്ള വ്യവസ്ഥകളൊക്കെയുണ്ട്. എന്തായാലും സ്വിഗ്ഗി അടക്കമുള്ള ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ ഇതിൽ താൽപര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ശുപാർശ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ഓൺലൈൻ മദ്യവിൽപ്പന സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്നുമാണ് എക്സൈസ് മന്ത്രി MB രാജേഷ് ഇന്ന് ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം. സംസ്ഥാന സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക, യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന രാസലഹരിയുടെ ഉപയോഗം തടയുക എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് ബെവ്കോ MD ഹർഷിത അട്ടല്ലൂരി സംസ്ഥാനത്ത് ഓൺലൈൻ വഴിയുള്ള മദ്യവിതരണത്തിന്റെ പ്രപ്പോസൽ സംസ്ഥാന സർക്കാരിന് മുൻപിൽ സമർപ്പിച്ചത്. ഓൺലൈൻ വഴി മദ്യവിതരണം ആരംഭിച്ചാൽ 2000 കോടിയുടെ അധിക വരുമാനം ഉണ്ടാകുമെന്നാണ് ബെവ്കോയുടെ കണക്കുകൂട്ടൽ. ഓൺലൈൻ ആപ്പിന്റെ നിർമ്മാണമടക്കം ബെവ്കോ പൂർത്തിയാക്കി. പദ്ധതിയോട് സ്വിഗ്ഗി താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മദ്യം വാങ്ങുന്നയാൾ 23 വയസ്സ് പൂർത്തിയായ രേഖ ഹാജരാക്കണം. കരിഞ്ചന്ത വിൽപ്പന ഒഴിവാക്കാൻ വാങ്ങുന്ന മദ്യത്തിന്റെ പരിധി 3 ലിറ്റർ ആക്കും. ഞങ്ങളിപ്പോ ഒരു പ്രപ്പോസൽ അയച്ചിട്ടുണ്ട്. ഗവൺമെന്റ് അംഗീകരിച്ചാൽ ടെൻഡറിലേക്ക് പോയിട്ട് ലോവസ്റ്റ് കോട്ട് ചെയ്യുന്ന ഡെലിവറി പാർട്ട്ണറെ ഞങ്ങൾ ചൂസ് ചെയ്യും. ആ വ്യക്തി 23 വയസ്സ് ക്രോസ് ആയാൽ മാത്രമേ ഡെലിവർ ചെയ്തിട്ട് തിരിച്ചു വരും. ഗവൺമെന്റിന്റെ അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ആപ്പ് ഇപ്പോ ബുക്കിംഗ് ആപ്പായിട്ട് മാറും. ബുക്ക് ചെയ്തിട്ട് പിക്കപ്പ് കസ്റ്റമർ തന്നെ ചെയ്യേണ്ടി വരും. എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. ഇത്തരം കാര്യത്തിൽ ഒരു അടിച്ചേൽപ്പിക്കുന്ന സമീപനം അല്ലെങ്കിൽ വളരെ നിർബന്ധപൂർവ്വം നടപ്പാക്കുന്ന ഒരു സമീപനം ഒരു കാലത്തും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സമൂഹം പൊതുവിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പാകമാവാതെ എടുത്തുചാടുന്നൊരു സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. നീക്കത്തിൽ നിന്ന് ബെവ്കോ പിന്മാറണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഈ ഭക്ഷണം ഓൺലൈനിൽ കൊടുത്താൽ മനസ്സിലാവും എന്തിനാണ് ഈ മദ്യം ഓൺലൈനിൽ കൊടുക്കുന്നത്. മദ്യത്തിൻ്റെ ഈ വ്യാപനം അവസാനിപ്പിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണം. ബെവ്കോ ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. മദ്യത്തിനും ലഹരിക്കുമെതിരായ ബോധവൽക്കരണ പരിപാടിക്ക് തുരങ്കം വയ്ക്കുന്നതാണ് നടപടിയെന്ന് KCBCയും വിമർശിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 9700 കോടി രൂപയായിരുന്നു മദ്യവിൽപ്പനയിലൂടെയുള്ള സർക്കാർ വരുമാനം. ഓൺലൈൻ ഡെലിവറി കൂടി ആരംഭിച്ചാൽ 2000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാകുമെന്നാണ് ബെവ്കോയുടെ കണക്കുകൂട്ടൽ. ഭാവിയിൽ സർക്കാർ അനുമതി നൽകിയാൽ ഓൺലൈൻ ഡെലിവറി ചെയ്യാൻ പൂർണ്ണ സജ്ജമാണ് ബെവ്കോ. തിരുവനന്തപുരത്ത് നിന്നും മനീഷ് മഹിപാൽ, 24. പൊതുജനം കഴുതയല്ല സാർ. ഏതായാലും മദ്യവിൽപ്പന ഓൺലൈനാക്കാൻ ബെവ്കോ ശുപാർശ നൽകിയ വിഷയത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ പ്രതികരണങ്ങൾ ഇന്ന് വന്നു. സ്ത്രീകളടക്കമുള്ള വലിയ വിഭാഗം ഈ നടപടിയെ എതിർക്കുമ്പോൾ നല്ല നീക്കമാണ് ഇത് എന്ന് പറയുന്നവരുമുണ്ട്. അതിനോട് അഭിപ്രായം അത് നല്ലതല്ല. ഇപ്പം തന്നെ മദ്യത്തിൻ്റെ ഇത് ഉപയോഗം കൂടുതലാണ്. ഇനി ഓൺലൈനും കൂടി ആകുമ്പോൾ ആൾക്കാർക്ക് വളരെ എളുപ്പമാണല്ലോ. ബുക്ക് ചെയ്താൽ മതി, പോയി വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പം പിന്നെയും ഇത് കൂടുകയേ ഉള്ളൂ. മദ്യം നിർത്തണം എന്നാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ. ബിക്കോസ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനം എത്രമാത്രം മദ്യം കൊണ്ട് പ്രയാസപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കുമല്ലേ. അതുകൂടാതെ ഈ ജനങ്ങൾ ഇപ്പം കൊച്ചുകുട്ടികൾ വരെ മദ്യത്തിന് അടിമയായിക്കൊണ്ടിരിക്കുക. അത് ശക്തമായിട്ട് അത് എതിർക്കുന്നു ഞാൻ. ഓൺലൈനിലായാലും അത് നല്ല ഇതല്ലല്ലോ. ആൾക്കാരെ പിന്നെ അവർക്ക് ഗവൺമെൻറ് പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണിയല്ലേ തന്നാൽ മതി. അത് കുഴപ്പമില്ല, നല്ലായിരുന്നു. ആളുകൾ പോയി ഇത് ചെയ്യണ്ടല്ലോ. ഇവിടെ നമ്മളെ സംബന്ധിച്ച് കുഴപ്പമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്, കുഴപ്പമില്ലാതായിരുന്നു. എന്തായാലും എല്ലാം ഇപ്പോൾ റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്, പുരോഗമനം പോലെ. ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാരണം കുട്ടികൾ എന്താ പറയുക, ഒരു അതിനേക്കാളും പൊട്ട സ്വഭാവത്തിലേക്ക് വീഴും. കുളത്തിൽ നിന്ന് കൊക്കർണിയിൽ പോകാന്ന് പറയില്ലേ, അതുപോലെയാവും. ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യരുത്. ഗവൺമെൻറ് ആയാലും ആരാലും സപ്പോർട്ട് ചെയ്യരുത്. സർക്കാരിന് വരുമാനം കിട്ടുന്ന 3 പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്നാണ് മദ്യവിൽപ്പന എന്ന് പറയുന്നത്. അതപ്പോൾ കുറച്ചും കൂടി സുതാര്യമാക്കുന്നത് നല്ല കാര്യമാണ്. ആൾക്കാർ കുടിക്കട്ടെ, ആഘോഷിക്കട്ടെ, സന്തോഷിക്കട്ടെ. ഓൺലൈൻ വഴിയാകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ മറ്റൊരു രീതിയിലേക്ക് പോകും. അത് തെറ്റായ നയമല്ലേ. വെറുതെ പോയി ക്യൂ നിൽക്കണ്ടല്ലേ, പിന്നല്ലേ, അത്രേ ഉള്ളൂ. നല്ല അഭിപ്രായം, എനിക്ക് നല്ല അഭിപ്രായം. ഇനിയും കുടിയന്മാരുടെ എണ്ണം വർദ്ധിക്കത്തില്ലേ. ഇത്ര ഈസി ആയിട്ട് കിട്ടുമ്പോൾ അവർക്കത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓർഡർ ചെയ്ത് കുടിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കും. അത് വീട്ടമ്മമാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. യോജിക്കുന്നു. അല്ല, അതാ പിന്നെ ഓർഡർ ചെയ്താൽ മതിയില്ല, അവിടെ പോയി നോക്കേണ്ട ആവശ്യമില്ല. ആ നല്ല തീരുമാനം. ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഓൺലൈനായിട്ട് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ മദ്യം മാത്രം വേണ്ടാന്ന് പറഞ്ഞ കാര്യമില്ല. അതിൻ്റെ അകത്ത്
പിന്നെ മദ്യം കഴിക്കേണ്ടവർ എങ്ങനെയും പോയി വാങ്ങിച്ച് കഴിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.